ഞാൻ ലൈവ് കാണുന്നതിന് മുന്നേ 2 പ്രൊമോ വെച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സാറുണ്ടായിരുന്നു, ജിസേൽ ആൻഡ് നെവിൻ ഉറപ്പായിട്ടും എന്ന് ഞാൻ അന്നേരം പറഞ്ഞില്ലായിരുന്നു. പക്ഷെ ദേ ഉറപ്പിച്ചോ, നെവിനും ജിസേലുമാണ് ഇനി ബിഗ് ബോസ് ഹൗസിന്റെ സ്വേച്ഛാധിപതികൾ. ആ പണിപ്പുര വരെ ജിസേലിന്റെ കയ്യിൽ കിട്ടി. നെവിനെ നമുക്കൊന്ന് ഇത്തിരി മാറ്റി നിർത്താം. കാരണം എന്ന് വെച്ചാൽ നെവിൻ ശരിക്കും ഒരു തമാശ രൂപേണയാണ് മാറിയിരിക്കുകയായിരുന്നു. നെവിൻ ഈ ഒരു ടാസ്ക് തുടങ്ങിയ സമയം തൊട്ട് മാറിയിരിക്കുകയാണ്. വളരെ ഫണ്ണായിട്ട് കയറി വന്നതാണ്. പക്ഷെ എനിക്ക് വലിയ തരക്കേട് ഇല്ലാത്തതായിട്ട് തോന്നുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒന്ന്, ജിസേലിനെ സംബന്ധിച്ചിടത്തോളം ജിസേൽ വളരെയധികം ഒരു കറേജിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അപ്പൊ അതനുസരിച്ച് ജിസേലിന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഫുഡ് വേണം. അത് മാത്രമല്ല, സിമ്പിൾ ഫുഡൊന്നും ആൾ കഴിക്കില്ല. പിന്നെ കോഫിയൊക്കെ എപ്പോഴും വേണം. ഇനി രണ്ടാമത്തെ കാര്യം, മേക്കപ്പ് ഐറ്റംസ് എല്ലാ സ്ത്രീകൾക്കും അവിടെ ഇഷ്ടമാണ്. കിട്ടിയാൽ എല്ലാവരും യൂസ് ചെയ്യും. പിന്നെ പണിപ്പുര ഉൾപ്പെടെ ഇവരുടെ അണ്ടറിലേക്ക് വരും. അപ്പൊ ജിസേൽ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചധികം ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ചെയ്യും. പിന്നെ ജിസേൽ എന്തായാലും ഈ ഒരു കഴിഞ്ഞ 2 ദിവസത്തിനകത്ത് തന്നെ ആര്യനുമായിട്ടുള്ള കൂട്ട് വിട്ടു എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ കഴിയില്ല. പക്ഷെ ജിസേൽ അത് വിടും. ജിസേലിന് തന്നെ മനസ്സിലായിട്ടുണ്ട്. ജിസേലിന് റെന ഫാത്തിമയോ ആര്യനോ നെവിനോ അനുമോളോ അതൊക്കെ അവർക്ക് ഒരുപോലെ തന്നെയാണ്. പക്ഷേ ഇവരെയൊക്കെ ചൂഷണം ചെയ്ത് കപ്പടിക്കാൻ നോക്കുന്നതും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുത്തിത്തിരിപ്പുകളും ആണ് പ്രശ്നം. ഈ അനുമോളെ വെറുതെ ഇട്ട് ടാർഗറ്റ് ചെയ്ത് ആ ഒരു കാര്യത്തിലേക്ക് എത്തിയത് കൊണ്ട് അനുമോൾക്ക് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ. അതും ഞാൻ പറയാം. ഇനി നെവിന്റെ കാര്യം എടുക്കാം. നെവിൻ സ്വേച്ഛാധിപതി ആവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നെവിന് കുറെ അധികം പ്രിവിലേജസ് നെവിന് വേണ്ടിയിട്ട് നേടിയെടുക്കും. പിന്നെ ആരെങ്കിലും ഒക്കെ നെവിന്റെ അടുത്ത് മണി അടിച്ച് നിന്നാൽ കുറച്ച് ഫണ്ണി ആയിട്ടിരിക്കും. അതായത് ഒരു എക്സ്ട്രീം ഒരു ബുദ്ധിയൊക്കെ കാണിക്കുന്ന അല്ലെങ്കിൽ കുറച്ചധികം തൻ്റെടം ഒക്കെ കാണിക്കുന്ന ഒരു വ്യക്തിയും വളരെ ഫണ്ണി ആയിട്ട് എടുക്കുന്ന നെവിന്റെ ഒരു കുറച്ച് പോരായ്മ പറയുകയാണെങ്കിൽ, നെവിൻ കുറച്ച് വിസിബിളി കുറച്ചധികം പാർഷ്യാലിറ്റി ഒക്കെ കാണിക്കും. സംസാരം എല്ലാം ഇപ്പോഴും ഇറിറ്റേറ്റഡ് ആകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ മാത്രമാണ് ആൾ ഫണ്ണായിട്ട് എന്തെങ്കിലും ഒരു കാര്യം കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അനീഷിന്റെ അടുത്ത് ആയിക്കോട്ടെ, അനുമോളിന്റെ അടുത്ത് അടുപ്പിച്ച് 2-3 തവണയായിട്ട് നിന്നെ അങ്ങ് പറഞ്ഞു വിട്ടാൽ മതി, നീ ഇവിടെ നിൽക്കണ്ട, നീ ഇറങ്ങി പോടി എന്നൊക്കെ പറയുന്ന ഒരു ക്യാരക്ടർ നമ്മൾ കാണുന്നുണ്ട്. അത്തരത്തിലൊക്കെ എല്ലാവരുടെ സംസാരിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നെവിനോട് കുറച്ച് ബുദ്ധിമുട്ട് വരും. പക്ഷേ നമ്മൾ അത് ഇവിടെ ഇരുന്ന് കാണുമ്പോൾ വിലയിരുത്തുന്ന കണക്കല്ല. കുറെ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്തിട്ടാണല്ലോ വരുന്നത്. നെവിനും അനുമോളും ഒക്കെ നല്ല ഫ്രണ്ട്സ് ആണ്. അതിന്റെ അകത്ത് അവർ ആ ഒരു മഴയത്തൊക്കെ കിടന്ന് കളിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അവരെന്തെങ്കിലും പറയും, അവരത് കൂട്ടുകൂടും. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ ടാസ്ക് ഗംഭീരമായിട്ട് തന്നെ നടന്നു. പിന്നെ ആ ഒരു ഇത്തിരി പ്രശ്നം വന്നത് നമ്മുടെ ആ ഒരു മുമ്പത്തെ ടാസ്കിനകത്ത് ആ ഫോട്ടോ കത്തിച്ച കാര്യമാണ്. അതിന്റെ ഒരു കംപ്ലീറ്റ് ഒരു കാര്യം, അതിന്റെ എന്തൊക്കെയാണ് അതിനകത്ത് അനുമോൾക്ക് എവിടെയൊക്കെയാണ് തെറ്റിയത്, ആര്യൻ എവിടെയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് തീരുന്നില്ല. ഇപ്പം ബിഗ് ബോസ് ഹൗസിന്റെ സ്വേച്ഛാധിപതികൾ എന്ന് ബിഗ് ബോസ് തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് ജിസേലും നെവിനുമാണ്. പക്ഷെ എന്താണ് ഇവർക്ക് വേണ്ടി കാത്തിരിക്കുന്ന അവർക്കുള്ള ടാസ്കുകൾ എന്ന് പറയുന്നത്? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു എന്താണ് സ്വേച്ഛാധിപത്യം എന്നുള്ളത്. അത് ശരിക്കും പറഞ്ഞ ഒരു അടക്കി ഭരിക്കാനുള്ള ഒരു അവസരമാണ് കിട്ടിയിരിക്കുന്നത്. പണിപ്പുര ഉൾപ്പെടെ എല്ലാം ഇവരുടെ അണ്ടറിലായിരിക്കും. പക്ഷെ അതിനകത്ത് ജിസേല് പറഞ്ഞ ഒരു ഡയലോഗ്, ഇവിടുത്തെ റൂളൊന്നും ഞാൻ പാലിക്കില്ല, ഇവിടെ ഞാനായിട്ട് റൂൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞ ആളാണ് ജിസേല്. നെവിനെ സംബന്ധിച്ചിടത്തോളം നെവിനും വളരെയധികം പ്രോഗ്രസീവ് ആയിട്ടുള്ള കുറച്ചധികം പുരോഗമനപരമായിട്ടാണ് ചിന്തിക്കുന്നത്. പിന്നെ നെവിനെ സംബന്ധിച്ചിടത്തോളം ജിസേലിനെ സംബന്ധിച്ചിടത്തോളം നിയമങ്ങൾ ഓൾവേസ് അവർ ലംഘിക്കുന്ന ആൾക്കാരാണ്. സ്ട്രിക്റ്റ് ആയിട്ട് ഇത് എടുക്കരുതെന്ന് പറഞ്ഞാലും അത് എടുക്കുകയും അത് ക്യാമറയ്ക്ക് മുന്നിൽ വെച്ച് തന്നെ നെവിനൊക്കെ ആണെങ്കിൽ ആ പറയുന്ന ലിപ്ബാമും ലിപ്സ്റ്റിക്കും ഒക്കെ ഓൾവേസ് ഇട്ടുകൊണ്ട് നടന്ന ആളാണ്. പിന്നെ ലാലേട്ടൻ ഒന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ആ ആര്യന്റെ കണക്കല്ല. നെവിനെയൊക്കെ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുവാണെങ്കിൽ ആര്യനൊക്കെ വെറും ചീപ്പായിട്ടുള്ള ഒരു ഗെയിമർ ആണ്. പേഴ്സണാലിറ്റി ഒക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ ബിഗ് ബോസിൽ ഒരു ഗെയിം കളിക്കുമ്പോൾ ആര്യൻ ചുമ്മാ കിടന്ന് എന്തെങ്കിലും സംസാരിച്ചിട്ട് കാര്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു നെക്സ്റ്റ് വീഡിയോയിൽ ആര്യന് പറ്റിയ ഒരു തെറ്റും അനുമോൾക്ക് പറ്റിയ ഒരു തെറ്റും അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഏതായാലും ശരി, നമുക്ക് കൺഗ്രാറ്റുലേഷൻസ് പറയാം. കുഴപ്പമില്ലാത്ത 2 പേരാണ്. കാരണം എന്താണെങ്കിലും 2 പേർക്ക് സ്വേച്ഛാധിപതികളാകാൻ പറ്റത്തുള്ളൂ. അനുമോൾ സ്വേച്ഛാധിപതി ആയി കഴിഞ്ഞാൽ ഇതെന്തായാലും ഈ ഹൗസിൽ അത് നല്ലതായിരിക്കില്ല. അങ്ങനെ നോക്കുമ്പോൾ ജിസേലും നെവിനും തന്നെയാണ് സ്വേച്ഛാധിപതികളാകാൻ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. അതുകൊണ്ട് ഇപ്പം ഇവർ തന്നെ പറയുന്നുണ്ട്, അക്ബറൊക്കെ പറയുന്നുണ്ട്, ഇപ്പം സ്വേച്ഛാധിപതികളാകാൻ നമുക്ക് താല്പര്യമില്ലടേ, കാരണം നിങ്ങളെ റൂളും കൊണ്ട് വന്നാൽ ഞങ്ങൾ അനുസരിക്കണം എന്ന് ആര് പറഞ്ഞു എന്ന് പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഓർക്കുന്നില്ലേ? ഇപ്പൊ ഈ ജിസേലും നെവിനും ഒരു റൂളും കൊണ്ടുവരുന്നു എന്ന് വെച്ചോ, ഇതെടുക്കാൻ പറ്റില്ല. അനുമോൾക്കുൾപ്പെടെ എല്ലാവർക്കും അനീഷ് എങ്ങാനും അനുസരിക്കുവോ?
ഷാനവാസ് ഒക്കെ ആണെങ്കിൽ ജിസേലിനെ അനുസരിക്കും. നെവിന്റെ അടുത്തോ? അപ്പം അതനുസരിച്ച് അവർ റൂള് കൊണ്ടുവന്നാൽ അത് അനുസരിക്കാതിരിക്കുക എന്നുള്ളത് മറ്റുള്ളവരുടെ കഴിവ്. അപ്പൊ അനുസരിക്കാൻ പറയുമ്പോൾ ജിസേലിനെ അനുസരിക്കാതിരിക്കാൻ അവർക്ക് ന്യായീകരിക്കാനായി കുറെ കാര്യങ്ങളുണ്ട്. ജിസേൽ എന്താ ഇത്ര നാൾ ചെയ്തുകൊണ്ടിരുന്നത്? അങ്ങനെ കുറെ കാര്യങ്ങൾ എന്തായാലും നമുക്കിനി കാണാം. എന്തായാലും ഒരു നല്ല ഒരു ടാസ്കും കാര്യങ്ങളും ഒക്കെയാണ് ഇന്ന് ബിഗ് ബോസ് കൊടുത്തത്. പിന്നെ ബിഗ് ബോസ് കുറച്ചൊരു ലിമിറ്റ് കടക്കുന്നു എന്ന് പലരും കമന്റ്സിലൊക്കെ പറയാറുണ്ട്. ഇതൊന്നും ലിമിറ്റ് കടക്കലല്ല. ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചില്ലെങ്കിൽ ഈ ടാസ്കുകളിൽ ഇപ്പൊ ഓരോ സീസൺ കഴിയുമ്പോഴത്തേക്കും ഓരോ മത്സരാർത്ഥികളും ഇതൊക്കെ പഠിച്ചിട്ടാണ് വരുന്നത്. അപ്പൊ അവർക്ക് വീണ്ടും ആ സെയിം ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്നത് ഈ പറയുന്ന മത്സരാർത്ഥികൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായി മാറും. മാത്രമല്ല ഇതുവരെ കണ്ടിട്ടുള്ള ടാസ്കുകളൊക്കെ ആണെങ്കിൽ അവർക്ക് അതൊരു എന്റർടൈൻമെന്റ് ആയിട്ട് വരുത്തില്ല, അവർക്കൊരു ചലഞ്ചിങ് ആയിട്ട് വരുത്തില്ല. സോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ടാസ്കും അതുപോലെ ഇന്നത്തെ ദിവസം ആ ഒരു ഫോട്ടോ കത്തിക്കല് അതൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സീരിയൽ ഗ്രാമർ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.